തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി ഭാര്യ സിന്ധു. നിലവിലെ അന്വേഷണം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നതായി സംശയമുണ്ടെന്ന് സിന്ധു പറഞ്ഞു. കഴിഞ്ഞ നവംബർ 5-നാണ് വേണു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ആദ്യം പ്രതികരണത്തിലേക്ക്. വേണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണസമയം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ കോപ്പികളും ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും വന്ന് അന്വേഷിച്ചു എല്ലാ റിപ്പോർട്ടും എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നിൻ്റെയും ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇട്ടഴച്ച് ഇങ്ങനെ അങ്ങ് ഈ ഒരു കാലയളവിൽ ഇതിങ്ങനെ അങ്ങ് പോകും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇപ്പോഴും കറക്റ്റായിട്ട് എങ്ങും എത്തിയിട്ടില്ല. കാരണം പുള്ളി മരിച്ചിട്ട് 3 മാസമായി, മരണമൊഴി കൊടുത്തു, എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഈ ഒരു സംഭവം. ഷമീറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, ഒരു വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് ആശുപത്രിക്കും ജീവനക്കാർക്കും വീഴ്ച പറ്റി എന്നാണ് എൻ്റെ ഓർമ്മ. അത് മാത്രവുമല്ല, പക്ഷേ ആ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടിക്കുള്ള ശുപാർശയൊന്നും ഉണ്ടായിട്ടുമില്ല. നിലവിൽ എന്താണ് കുടുംബം പറയുന്നത്? എങ്ങനെ മുന്നോട്ട് പോകാനാണ് കുടുംബം ആലോചിക്കുന്നത്? ഷാമിലി, സർക്കാർ തന്നെ നിയോഗിച്ച വിദഗ്ധ സംഘം ഇതിൽ അന്വേഷണം നടത്തി കുറ്റം അവരുടെ ഭാഗത്താണെന്നും സിസ്റ്റത്തിന്റെ തകരാറാണ് എന്നും കണ്ടെത്തി. അത് കണ്ടെത്തിയിട്ട് ഇപ്പോൾ 1 മാസം പിന്നിടുന്നു. വേണു മരിച്ചിട്ട് 3 മാസം പിന്നിടുമ്പോഴും ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നത് കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ കൊല്ലം ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലൊക്കെ തന്നെ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ലെന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാണ് ആരോഗ്യ സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷേ അതിലൊന്നും തന്നെ നടപടിക്ക് ശുപാർശ ചെയ്തായ റിപ്പോർട്ടിലൊന്നും തന്നെയില്ല. ഈ സിസ്റ്റം മുഴുവൻ തകരാറായി മാറി പുതിയ സംഭവങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് തങ്ങൾക്ക് ഇനി നീതി ലഭിക്കില്ല എന്നൊരു ആരോപണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ബോധ്യം ആ കുടുംബത്തിന് ഉണ്ടാകുന്നത്. ഇതിൽ ഈ നിമിഷം വരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒരു വിളി പോലും ആ കുടുംബത്തിന് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് കുടുംബം ഇത്തരത്തിൽ വലിയൊരു ആരോപണമായി ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു ആരോപണമായി രംഗത്ത് വരുന്നത്. എന്തായാലും നിയമപരമായി കോടതിയെ സമീപിക്കാനും ഒരു നീക്കം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഷാമിലി. ശരി ഷമീർ.